നമസ്കാരം. ഷാജി ജോൺ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദ പവർ ഓഫ് കൈൻഡ്നസ്, ദയയുടെ ശക്തി എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രിയരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന മഹത്തായ ശക്തിയെക്കുറിച്ചാണ്. അതാണ് ദയയുടെ ശക്തി, ദ പവർ ഓഫ് കൈൻഡ്നസ്. ലോകത്തെ മാറ്റാൻ വലിയ അധികാരങ്ങളും ആയുധങ്ങളും സമ്പത്തും വേണമെന്നില്ല. പലപ്പോഴും ഒരു സ്നേഹപൂർവമായ വാക്ക്, ഒരു സഹായഹസ്തം, ഒരു മനസ്സറിഞ്ഞ പുഞ്ചിരി, ഇവ മതി ഒരാളുടെ ജീവിതം മാറ്റാൻ. അതാണ് ദയയുടെ അത്ഭുത ശക്തി. ദയ എന്നത് ദുർബലതയല്ല, ദയ എന്നത് ഹൃദയത്തിൻ്റെ മഹത്വമാണ്. മറ്റൊരാളുടെ മനസ്സിൻ്റെ വേദന മനസ്സിലാക്കി അവരെ ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകുന്ന ആത്മാവിൻ്റെ മഹത്തായ ശക്തിയാണ് ദയ. ഒരു മരം തൻ്റെ നിഴൽ എല്ലാവർക്കും നൽകുന്നു. സൂര്യൻ ആരെയും വേർതിരിക്കാതെ പ്രകാശം തരുന്നു. അതുപോലെ കരുണയുള്ള മനുഷ്യൻ തൻ്റെ ദയയും സ്നേഹവും എല്ലാവർക്കും പകരുന്നതാണ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ക്ഷാമം ദയയുടെ, സ്നേഹത്തിൻ്റെ, പരസ്പരം മനസ്സിലാക്കാത്തതിൻ്റെ ക്ഷാമമാണ്. ഒരാളുടെ ഹൃദയം തകർന്നിരിക്കാം, അവൻ പുറത്തേക്ക് ചിരിക്കുന്നുണ്ടാവാം. ഒരു കുഞ്ഞ് സ്നേഹത്തിനായി കരയുന്നുണ്ടാവാം. ഒരു വയോധികൻ, ഒരു വൃദ്ധ ഒറ്റപ്പെടലിൽ വിങ്ങുന്നുണ്ടാവാം. ഒരു യുവാവ് പരാജയത്തിൻ്റെ ഇരുളിൽ മുട്ടിയിരിക്കാം. ഒരു യുവതി പീഡനത്തിൽ, വേദനയിൽ പെട്ടുഴലുന്നുണ്ടാവാം. അവരുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ ദയയുടെ വെളിച്ചമായി, ഒരു നല്ല ആശ്വാസം പകരുന്ന വാക്കുകളായി, നല്ല ദയയുള്ള, കരുണയുള്ള പെരുമാറ്റമായി കടന്നു ചെല്ലാൻ കഴിയുമെങ്കിൽ അതാണ് മഹത്വം. യാഗത്തിലല്ല, കരുണയിലത്രേ ദൈവം പ്രസാദിക്കുന്നത്. ഓർക്കുക, ഒരു നല്ല വാക്ക് ഒരാളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാം. ഒരു ചെറിയ സഹായം ഒരാളുടെ ഭാവി മാറ്റാം. ഒരു പുഞ്ചിരി ഒരാളുടെ ഇരുണ്ട ദിവസം പ്രകാശിപ്പിക്കാം. ദയയ്ക്ക് ഭാഷയില്ല, മതമില്ല, ജാതിയില്ല, ലിംഗവ്യത്യാസമില്ല. അത് മനുഷ്യൻ്റെ ആത്മാവിൽ നിന്ന് ഉയരുന്ന ദൈവിക ശക്തിയാണ്. ചരിത്രം ഓർമ്മിക്കുന്നത് ക്രൂരതയെ അല്ല, ക്രൂരത ചെയ്യുന്നവരെയല്ല, മനുഷ്യരെ സ്നേഹിച്ചവരെയാണ്. കാരണം കരുണയും ദയയുമുള്ള ഹൃദയങ്ങളാണ് യഥാർത്ഥത്തിൽ അമരത്വം നേടുന്നത്. പ്രിയരെ, നമുക്ക് ശക്തരാകാം. ദയയില്ലാത്ത നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. ഭയമില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാം. ശക്തി ഭയമുണ്ടാക്കും, ദയയുള്ള ശക്തി പ്രത്യാശ നൽകും, പുതിയ ലോകം സൃഷ്ടിക്കും. നമുക്ക് ബുദ്ധിമാന്മാരാകാം. ദയയില്ലാത്ത ബുദ്ധി അഹങ്കാരമായി ഭവിക്കും. ദയയുള്ള ബുദ്ധി ലോകത്തെ രക്ഷിക്കും. ഇന്ന് ഇവിടെ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. എൻ്റെ വാക്കുകളിൽ ദയയുണ്ടാകും, എൻ്റെ പ്രവൃത്തികളിൽ ദയയുണ്ടാകും. ഞാൻ കരുണ പ്രവർത്തിക്കും. ഞാൻ പോകുന്നിടത്ത് ദയയുടെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം പകരും. കാരണം അവസാനം ഈ ലോകം ഓർക്കുന്നത് നാം എത്ര സമ്പാദിച്ചു എന്നല്ല, നാം എത്ര ആസ്വദിച്ചു എന്നല്ല, നാം എത്ര ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ചു, നാം എത്ര ഹൃദയങ്ങളെ സ്പർശിച്ചു എന്നതാണ്. ദയ കാണിക്കുക, ദയ ചിന്തിക്കുക, ദയ പ്രവർത്തിക്കുക. കാരണം ദയ ഒരാളുടെ ജീവിതം മാത്രമല്ല മാറ്റുന്നത്, ഒരു വ്യക്തികളെയും, കുടുംബത്തെയും, കുടുംബങ്ങളെയും, സമൂഹത്തെയും, സമൂഹങ്ങളെയും, രാജ്യങ്ങളെയും, ഒടുവിൽ ഈ ലോകത്തെ തന്നെ മാറ്റുവാൻ കഴിയുന്ന ഒരു അത്ഭുത ശക്തിയാണ് നമ്മുടെ ഹൃദയത്തിൽ സംജാതമാകുന്ന ദൈവികമായ ദയ. അതുകൊണ്ട് എല്ലാവരോടും ദയയായിരിക്കുക, കരുണയായിരിക്കുക, ദയ പ്രവർത്തിക്കുക. ദയയുടെ മഹാപ്രകാശം ഈ പ്രപഞ്ചത്തിൽ ചൊരിഞ്ഞ് ദയയുടെ ദീപനാളമായി തീരുക.
എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ ഷാജി ജോൺ പോഡ്കാസ്റ്റ് എന്ന ഈ ചാനൽ ധാരാളം ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ സ്നേഹം സബ്സ്ക്രിപ്ഷനായി പ്രകടിപ്പിക്കണമെന്ന് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.